ഉംറയ്ക്ക് പോകുന്നവർ, ഹജ്ജിന് പോകുന്നവർ വിശുദ്ധമായ മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോ, മക്കയിൽ നിന്നോ മറ്റു പ്രതലങ്ങളിൽ നിന്നോ പുറപ്പെടുമ്പോ മദീന എത്തും വരെ സ്വലാത്തിലും മദ്ഹിലുമായി മുഴുകണം. മദീന എത്താ നേരത്തതിന് ഊക്കുകൂട്ടണം. മനസ്സുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാനുള്ള അതിയായ മോഹത്തിന്റെ തുടിപ്പുണ്ടാകണം. മദീനയിലെത്തിയാൽ അവിടുത്തെ മുന്നിൽ സ്വഹാബത്തിരിക്കും പോലെ ബഹുമാന പുരസ്സരം ഇരുന്നേക്കണം. മദീനയുടെ ബൗണ്ടറിയിൽ വെച്ച് എവിടെ വെച്ചും നമ്മൾ ഭൗതിക സംസാരങ്ങൾ സംസാരിക്കരുത്. മദീന ഹറമിൽ നിന്ന് പുറത്ത് കിടക്കട്ടെ എന്ന് തീരുമാനിക്കണം. നമ്മുടെ നാട്ടില് പള്ളിയുടെ മുറ്റത്തും മറ്റും ഇരിക്കും പോലെ അശ്രദ്ധാലുക്കളായി ഇരുന്നേക്കരുത്. മദീന മുനവ്വറയിൽ ഇരിക്കുമ്പോഴും റൗദാ ശരീഫിൽ ഇരിക്കുമ്പോഴും നമ്മൾ ഇരിക്കുന്നത് ആരുടെ പരിസരത്താ? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലാണ്. ഒരു ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പോയവരാകരുത്. അതുപോലെ തന്നെ അവിടെ പോയിട്ട് തന്നെയും ഹറമിനെയും കൂട്ടിയിട്ടൊന്ന് ഒപ്പിയെടുക്കാൻ പോയവരാകരുത്. അവിടെ വെച്ചിട്ട് കുടുംബത്തിലേക്ക് ഫോൺ ചെയ്തിട്ട് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയാനാകരുത്. മറ്റൊരു ലക്ഷ്യത്തിനുമല്ല. സ്വഹാബത്ത് ഇരുന്നത് പോലെ ഇരിക്കാനും ബഹുമാനിച്ചതുപോലെ ബഹുമാനിക്കുവാനും ആ ബഹുമാനം കൊണ്ടും ആ ഇരുത്തം കൊണ്ടും ഒരിക്കലെങ്കിലും സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണാനുമാണ്. ഒരൊറ്റ വട്ടം കണ്ടു കഴിഞ്ഞാൽ ഫഖദ് റആനി ഫിൽ യഖ്ളാ, മനാമിലെന്നെ കണ്ടവൻ ഉണർവിലെന്നെ കാണുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞ ബഹുമതി ചെറിയൊരു ബഹുമാനമല്ല. സ്വപ്നത്തിൽ കാണാൻ കഴിയുന്നത് ചെറിയൊരു ബഹുമാനമല്ല, അത് വലിയ ബഹുമാനം തന്നെ. മഹത്തുക്കൾ മുഴുവനും എന്നും അനുഭവിച്ചതാ. മദീനയിൽ പോയിരിക്കുമ്പോ, സിയാറത്ത് ചെയ്യുമ്പോ, നിസ്കരിക്കുമ്പോ, ദുആ നടത്തുമ്പോ, അതിലൂടെ നടക്കുമ്പോ ആ പരിസരം ആരുടെ പരിസരമാണ്? ആരാണ് അവിടെ നമ്മളെ നോക്കുന്നത്? നമ്മൾ എന്തിനാണ് മദീനയിലെത്തിയത് എന്നൊരു ഓർമ്മ മനസ്സിൽ നിന്ന് പോകാതെ സൂക്ഷിക്കണം. ലക്ഷ്യം നേടിയെടുത്തിട്ട് എത്രയോ സാധുക്കൾ മദീനയിൽ നിന്ന് വരുന്നുണ്ട്. അവരെ കൂട്ടത്തിൽ ഒരാളാകണം. മദീന കണ്ടു പോന്നാൽ പോരാ, ഒന്ന് സലാം പറഞ്ഞു പോന്നാൽ പോരാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുപോരാൻ കഴിയണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകട്ടെ.